إن الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ ആൽ ഇംറാൻ 46-ാമത്തെ വചനം വയുക്കല്ലിമുന്നാസ് അദ്ദേഹം ഈസാ നബി അലൈഹിസ്സലാം ജനങ്ങളോട് സംസാരിക്കും ഫിൽ മഹ്ദി തൊട്ടിൽ നിന്നുകൊണ്ട് തൊട്ടിലിൽ വെച്ചും വഖഹലൻ മധ്യവയസ്കനാകുന്ന സന്ദർഭത്തിലും വമിനസ് സ്വാലിഹീൻ അദ്ദേഹം സജ്ജനങ്ങളിൽ സദ്വൃദ്ധന്മാരിൽപ്പെട്ടവൻ തന്നെ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത്. എന്താണ് തൊട്ടിൽ വെച്ചുകൊണ്ട് സംസാരിക്കുമെന്ന് പറഞ്ഞതിന്റെ പൊരുൾ, കിതാബില്ലാതെ ജനിച്ചതിന്റെ പേരിൽ യഹൂദർ അത് ഒരു അവസരമായി മുതലാക്കിക്കൊണ്ടവർ പലതരം ആരോപണങ്ങൾ അഴിച്ചുവിടുകയുണ്ടായി. വിചാരപുത്രനാണെന്ന് വരെ അവർ പറഞ്ഞു പരത്തി. അത്രയും കഠിനമായ കഠോരമായ ആരോപണങ്ങൾ അവർ അഴിച്ചുവിട്ടപ്പോൾ മറിയം അലൈഹിസ്സലാം ഒരിക്കലും അതിനൊരു മറുപടിയൊന്നും പറഞ്ഞില്ല. അവർ എന്തു ചെയ്തു? തന്റെ തൊട്ടിൽ കിടക്കുന്ന കുട്ടിയുടെ നേർക്ക് ചൂണ്ടിക്കൊണ്ട് ഇങ്ങനെ ഒരു ചൂണ്ടു ചെയ്തു. ആ സമയത്ത് എന്താണ് അതിന്റെ പോലെ ആ കുട്ടിയോട് ചോദിച്ചു നോക്കൂ എന്ന അർത്ഥത്തിൽ അങ്ങനെ ആ സമയത്ത് അത്ഭുതകരമായ രൂപത്തിൽ തൊട്ടിൽ കിടന്നുകൊണ്ട് ആ കുട്ടി ഈസാ നബി അലൈഹിസ്സലാം സംസാരിക്കുകയാണ്. ഞാൻ പ്രവാചകനാണ്, ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടി സംസാരിക്കുകയാണ്. അതോടുകൂടി യഹൂദരുടെ വായടഞ്ഞുപോയി. ശേഷം മധ്യവയസ്ക പ്രായത്തിൽ അദ്ദേഹം ജനങ്ങൾക്ക് ഒരുപാട് സതുപദേശങ്ങൾ, ഇസ്ലാമികപരമായ സതുപദേശങ്ങൾ നൽകുന്ന സന്ദർഭത്തിലും ജനങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് എന്നാണ് ആ പറഞ്ഞതിന്റെ പൊരുൾ. അദ്ദേഹം സജ്ജനങ്ങളിൽപ്പെട്ട അള്ളാഹുവിന്റെ ഒരു ഉത്തമ പ്രവാചകനായിരുന്നു എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെ ഈ യഹൂദർ അസൂയ മൂത്തു. അങ്ങനെ അവർ തമ്മിലുള്ള മത്സര്യം മൂലം, ആ ധിക്കാരം മൂലം ഈസാ നബി അലൈഹിസ്സലാമിനെ വധിക്കാൻ അവർ തീരുമാനിച്ചു. അവർക്കൊട്ടും സഹിച്ചില്ല. കാരണം അവരുടെ മതത്തിന്റെ പല അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഈസാ നബി അലൈഹിസ്സലാം ചോദ്യം ചെയ്താണ് അവരെ ചൊടിപ്പിച്ചത്. അങ്ങനെ ഈസാ നബി അലൈഹിസ്സലാമിനെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ ഈസാ ബിൻ മറിയമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിങ്കലേക്ക് ആകാശലോകത്തേക്ക് ഉയർത്തിക്കൊണ്ടുപോയി. അങ്ങനെ സദൃശ്യമായി വേറൊരാളെ അവർ കുരിശിൽ തറക്കുകയും അങ്ങനെ അവർക്ക് പരസ്പര സദൃശ്യമായി ആരാണ് കൊന്നത് എന്ന് മനസ്സിലാകാത്ത രൂപത്തിലുള്ള ഒരു നിഗൂഢത അവർ ബാക്കിയായി. അതിന്റെ പേരിലാണ് യഹൂദർ ഇന്നും പഴച്ച വിശ്വാസത്തിൽ കഴിയുന്നതും ക്രൈസ്തവർ ഒരു പുതിയ മതമുണ്ടാക്കി വഴിപ്പിഴവിൽ ജീവിക്കുന്നതും. ഇത്രയും ആളുകളുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാനുള്ളത്. സത്യം സത്യമായി മനസ്സിലാക്കുന്ന സജ്ജനങ്ങൾ തന്നെ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.